ജയിപ്പിച്ചാൽ മതി. വില ശക്തമായി നിയന്ത്രിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴുള്ള എക്സൈസ് ഡ്യൂട്ടി അതുപോലെ തന്നെയുള്ള ഡ്യൂട്ടികൾ പലതവണ ഞങ്ങൾ കുറച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ കൊല്ലത്ത് നിന്ന് നിങ്ങൾ കാറെടുത്തിട്ട് കേരളത്തിന് പുറത്തേക്ക് യാത്ര ചെയ്താൽ മതി. നിങ്ങൾ മാഹിയിലെത്തി എണ്ണ അടിച്ചാൽ പെട്രോളിന് 12 രൂപയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ കേരളവും പിന്നെ മാഹിയും തമ്മിലുള്ള, അല്ലെങ്കിൽ കേരളവും കർണാടകവും തമ്മിൽ ഒരു 10 രൂപയിലധികം പെട്രോൾ ഡീസലിൻ്റെ വ്യത്യാസം വരുന്നതിന് കാരണം കേന്ദ്രം പല ഘട്ടങ്ങളിലും ഡ്യൂട്ടി കുറച്ചു. അതിന് സമാനമായി ഡ്യൂട്ടി ഇവർ ഇന്ത്യയിലെ പെട്രോളിന്റെ വില കുറയുന്നത്, ഡ്യൂട്ടി അല്ല കുറയുന്നത്, പെട്രോളിന്റെ വില കുറയുന്നത്. അതനുസരിച്ച് ഡ്യൂട്ടി കുറയും, മറ്റെല്ലാം കുറയും. ആ പെട്രോളിന്റെ വില 10 വർഷമായിട്ട് എന്തുകൊണ്ട് കുറയുന്നില്ല? കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിലും കുറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ത്യയിൽ കുറഞ്ഞത് കൊണ്ടാണല്ലോ ഈ വ്യത്യാസം വരുന്നത്. കേരളത്തിൽ നമുക്ക് ഡീസലിലൂടെ ഈ പദ്ധതിയിലേക്ക് വന്ന എണ്ണ കമ്പനികൾക്ക് നിയന്ത്രണം കൊടുത്തപ്പോൾ പറഞ്ഞെന്താ, ഇന്റർനാഷണൽ മാർക്കറ്റിൽ വില കൂടിയാൽ കൂടും, കുറഞ്ഞാൽ കുറയും. ഈ $45 ആയിട്ട് പോലും ഒരു രൂപ കുറഞ്ഞില്ല. 69,000 കോടി രൂപയാണ് കഴിഞ്ഞ 8 മാസത്തെ എണ്ണ കമ്പനികളുടെ ലാഭം. 2 രൂപയാണ്. ഉജ്ജൽ യോജന വഴി നമ്മൾ സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നീട് അവർ വാങ്ങുന്ന ഓരോ സിലിണ്ടറിനും സബ്സിഡി കൊടുക്കുന്നുണ്ട്. അപ്പം നരേന്ദ്രമോദിയുടെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും പാവപ്പെട്ട, ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു നയം രൂപീകരിക്കുമ്പോൾ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഏറ്റവും പാവപ്പെട്ടവൻ്റെ മുഖം ഓർമ്മിക്കണം. വില നിയന്ത്രിക്കുന്നത് ആഗോള മാർക്കറ്റാണ്. എന്നിട്ടും വലിയ സബ്സിഡിയും സഹായവും ഏറ്റവും പാവങ്ങളിൽ പാവപ്പെട്ടവർക്ക് ഉജ്ജൽ യോജന വഴിയൊക്കെ കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻകം കുത്തനെ കുറച്ച് ടാക്സ് കുറച്ചിട്ട് ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. $45 ആയപ്പോഴും വില കുറഞ്ഞില്ല. ഇപ്പൊ $80 ആയപ്പോഴും കുറയുന്നില്ല. 110 ഉള്ളപ്പോഴത്തെ വില തന്നെയാണ് ഇപ്പോഴും. ഞങ്ങളെല്ലാവരും 110 രൂപയ്ക്കാണ് അടിക്കുന്നത്. കാരണം ഇതിന് ഞങ്ങൾ മാഹി പോയി പെട്രോൾ അടിക്കുക എന്ന് പറയുകയല്ല. നിങ്ങൾ ഇപ്പോഴും പറയുന്ന എണ്ണ വില കുറയ്ക്കുന്നത് ഇപ്പോഴും പ്രകടന പദ്ധതി പറഞ്ഞേക്കാം. 50 രൂപയ്ക്ക് എണ്ണ, 50 രൂപയ്ക്ക് പെട്രോൾ, 50 രൂപയ്ക്ക് ഡീസൽ, 175 രൂപയ്ക്ക് ഗ്യാസ്. ഞാനൊക്കെ 1000 രൂപയുടെ അടുത്തോട്ട് എപ്പോഴും ഗ്യാസ് വയ്ക്കുന്നത് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ആർക്കും എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് സബ്സിഡി ബാങ്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്തു. കോവിഡ് തുടങ്ങിയ സമയത്ത് നേരെ സബ്സിഡി നിർത്തി. ഇന്ന് വരെ ഈ ഉജ്ജ്വല യോജനയിൽപ്പെട്ടവർക്ക് കൊടുക്കുന്നു. എന്ന് പറയുന്നത് ചെറിയ വിഭാഗമല്ല. 10-11 കോടിയോളം പാവപ്പെട്ട ആളുകൾക്ക് വലിയ സബ്സിഡിയാണ് ഇന്ധന രംഗത്ത് നമ്മൾ കൊടുക്കുന്നത്. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. ജയിപ്പിച്ചാൽ മതി. എനിക്ക് പോയിട്ട് ചില അത്യാവശ്യമുണ്ട്.